നമസ്കാരം, ഞാൻ നന്ദകുമാർ. പതുപോലെ ഇന്നൊരു റൈഡാണ്. വേറൊന്നുമല്ല, നമ്മളൊരു ചെറിയൊരു ചായ കുടിക്കാൻ പോകുന്നൊരു കാഴ്ചയാണ്. തിരുവനന്തപുരം ലുലു മാളിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ബൈക്കിലല്ല ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. യൂബറിൽ നിന്നൊരു ഓട്ടോ സെറ്റ് ചെയ്ത് ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. ഓട്ടോയിലോട്ട് കയറിയപ്പോൾ നല്ല മഴ. അപ്പം മഴയത്തുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ലുലു മാളിലേക്ക് അങ്ങനെ എത്തിക്കഴിഞ്ഞു. ലുലു മാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് അറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു 350-400 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഡൽ ഷോയും ഗാനമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ ഫുഡ് കോർണർ തിരക്കി നടന്ന് അപ്പോൾ അത് കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള വൈവിധ്യം പറഞ്ഞ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഋഷി, ശ്രീകുട്ടൻ, ഉണ്ണിക്കുട്ടൻ അങ്ങനെ എല്ലാവരും ഹാപ്പിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറേ സാൻഡ്വിച്ചും അതേപോലെ സമോസയുടെ കുറച്ച് വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നല്ല ക്യൂ ഉണ്ട്. ഞാൻ 16ാമത്തെ നമ്പറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ 15 പേര് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഈ നമ്മൾ കഴിക്കാതിരിക്കുന്ന സീറ്റിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് ബോറടിക്കും. താഴെയിൽ എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സാധനം ഓർഡർ ചെയ്ത് അങ്ങനെ കിട്ടി കൊണ്ടുവരികയാണ്. അപ്പം അതിൻ്റെ കൂടെ കോഫി, സാൻഡ്വിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നൂഡിൽസ്, ബിരിയാണിയൊക്കെ നല്ല ഓഫറുണ്ട്. പക്ഷേ ഇവർ കഴിക്കില്ല, കാര്യം എരിയുള്ളതുകൊണ്ട് അതൊന്നും കഴിക്കില്ല. അവർക്ക് എരിയില്ലാത്ത ആഹാരമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇവർക്ക് വാങ്ങിയ സാധനങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഐസ്ക്രീമാണ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ആവശ്യം. ഐസ്ക്രീം ജ്യൂസൊക്കെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ എന്തായാലും അവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുമുണ്ട്, പനിയും ചുമയൊക്കെ ഉണ്ട്. എന്നാലും അത് ഉപയോഗിക്കാതെ നമ്മളങ്ങനെ ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. ഐസ്ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമ്മൾ പൈസ അടച്ച് ടോക്കൺ എടുത്തിട്ട് ഇവിടെയും അത് ക്യൂ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഐസ്ക്രീമിൻ്റെ കോൺ ഇവിടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇവിടെ വെച്ച് ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച് തന്നെ അത് കോണാക്കി ആണ് അതിൽ ഐസ്ക്രീം നിറച്ച് വരുന്നത്. അപ്പോൾ അത് നല്ല ചൂടാണ് ഈ കോൺ. നമ്മൾ സാധാരണ വാങ്ങുമ്പം ആ ബിസ്ക്കറ്റ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. ഇതെന്ന് പറയുമ്പം നമ്മളെ കയ്യിൽ കിട്ടുമ്പം നല്ല ചൂട് കോണാണ്. അപ്പോൾ അത് അങ്ങനെ ചെറിയ കോണൊന്നുമല്ല കേട്ടോ, വലിയ കോണാണ്. അപ്പോൾ അതിനകത്താണ് ഇവർ ഐസ്ക്രീം നിറച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പം വൈഫും കുട്ടികളൊക്കെ ബാക്കിയുള്ള നമുക്ക് നേരത്തെ ഓർഡർ ചെയ്ത് കിട്ടിയ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ശ്രീകുട്ടനും ഉണ്ണിക്കുട്ടനും ഋഷിക്കുട്ടനൊക്കെ ആയിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കൺകുളിറൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതിനാൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ആടി മാസമൊക്കെ ഇങ്ങനെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല ഓഫറും സെയിലൊക്കെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീം കയ്യിൽ കിട്ടി. ഐസ്ക്രീമിൻ്റെ ആ വലിപ്പം കണ്ടോ, വലിയ ഒരു കോണാണ്. അപ്പം നമ്മളെ ഈ കൊച്ചു പിള്ളേരെ കയ്യിലൊന്നും ഈ കോണ് കൈക്കകത്ത് നിൽക്കില്ല. 2 കൈ കൊണ്ടും പിടിക്കാൻ മാത്രമേ കോണ് നിൽക്കുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഐസ്ക്രീം എന്ന് പറയുമ്പോൾ വളരെ ക്വാണ്ടിറ്റി കൂടുതലാണ്. ഒരു ഐസ്ക്രീമൊന്നും ഒരു കുട്ടി എളുപ്പം കഴിച്ച് തീർക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഈ 3 പേരും ഒരു ഐസ്ക്രീം ഫുള്ളായിട്ട് കഴിച്ചിട്ടില്ല. കാര്യം അത്ര ബുദ്ധിമുട്ടാണ് അവർ കഴിച്ചത്. എന്താ ശ്രീകുട്ടനെ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പിന്നെ നമുക്ക് കഴിക്കേണ്ടി വന്നു. അത്ര വലിയ കോണാണ് അവർ സെറ്റ് ചെയ്ത് തരുന്നത്. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ നോർമൽ കോണായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഇത് എമൗണ്ട് കൂടുതലാണെങ്കിൽ പോലും നമുക്കത് കഴിക്കാൻ പറ്റില്ല. ഒരു കുട്ടിക്കൊന്നും അത് കഴിക്കാൻ പറ്റില്ല. പിന്നെ അതിലവർ ചെയ്യുന്ന കുറേ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കൊച്ചിനൊക്കെ കഴിക്കുക. അവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഇനി നമ്മളെ ഇവിടുത്തെ ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തൊരു ഇതുണ്ട്, മാർക്കറ്റുണ്ട്. അപ്പം അതിനകത്തുള്ള കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ അത് കാണാനുണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. താഴെയിൽ ഗാനമേള തകർക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ അത് ആഹാരം കഴിക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും. അത്ര ഒരു സൗകര്യത്തിലാണ് അവർ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. എന്തായാലും അടുത്ത നമുക്ക് മാർക്കറ്റിനകത്തുള്ള അടിപൊളി കാഴ്ച കാണാം. അങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ട് അങ്ങനെ പോവുകയാണ്. നല്ല
തിരക്ക് ഇവിടെ എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം, തിരക്കില്ലാത്ത രീതിയിൽ കാഴ്ചകളൊക്കെ കാണാം. അതേപോലെ തിരക്കില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് വാങ്ങാൻ പറ്റുന്നൊക്കെ വാങ്ങാം. അങ്ങനെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലു മാളിലെ ഹൈപ്പർ മാർക്കറ്റ് സെക്ഷനാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നല്ലതുപോലെയൊക്കെ നല്ല ട്രീയൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറി അതിനകത്തുള്ള മാങ്ങയുടെ ഒരു സെക്ഷനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. മാവിനെയൊക്കെ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. മാവിൽ മാങ്ങ പൊടിച്ച് നിൽക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതിനകത്തും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതിനകത്തും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഫുഡ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫ്രഷ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. ബൈക്ക് വർക്ക്ഷോപ്പിലുള്ള കുറച്ച് മെക്കാനിക്കൽ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അടുത്ത നല്ല കാഴ്ചയായി കാണാം.